ഇന്ന് നടക്കുന്ന ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെല്ലാം ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് സഹാബാക്കൾ ഓരോന്നുമായി നബി തങ്ങളുടെ കാലശേഷം എടുത്ത് പറയുകയുണ്ടായി. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ സന്തത സഹചാരിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അദ്ദേഹം പറയുകയാണ്, ഇന്ന സാഅത ലാ തഖൂമു ഹത്താ ലാ യുഖ്സമ മീറാത്ത് വലാ യുഫറഹ ബിഗനീമതിഹി. ഒരു കാലം വരും സഹാബത്തെ, അന്ന് സമ്പത്ത് കുന്നുകൂടുന്ന കാലഘട്ടമായിരിക്കും. അന്ന് യുദ്ധമുതലുകളെല്ലാം നമ്മുടെ മുന്നിൽ കൂവനമായി കിടക്കുമ്പോൾ, കൂട്ടം കൂടി കിടക്കുമ്പോ മല പോലെ കിടന്നാലും അതാർക്കും അന്നത്തെ കാലഘട്ടത്തിൽ വേണ്ടാത്ത ഒരു കാലമുണ്ടാകും. അങ്ങനെ ഒരു കാലം വരാതെ ലോകം അസ്തമിക്കില്ല കേട്ടോ. ശേഷം അദ്ദേഹം ഷാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത്. ഷാം എന്ന് പറയുന്ന ഇന്നത്തെ ഫലസ്തീനിന്റെ ഭാഗത്തേക്ക്, ഗസയുടെ ഭാഗത്തേക്ക് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ്, യുജ്മഉ ലഅദുൻ യജ്മഉ ലഹുമുൽ ഇസ്ലാം. അവിടുന്ന് ഒരു വിഭാഗം ഇസ്ലാമിനെ തകർക്കാനുള്ള ഒരു സംഘം ഉയർത്തെഴുന്നേൽക്കും കേട്ടോ. ഇസ്ലാമിനെ തകർക്കാൻ ഒരു വിഭാഗം അവിടുന്ന് ഉണ്ടാവുന്നു. ഷാം, ഈ ഇന്ന് നടക്കുന്ന ആ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, വയജ്മഉ ലഹും അഹ്ലുൽ ഇസ്ലാം. അവർക്കെതിരെ ഇസ്ലാമിന്റെ ചുണക്കുട്ടികളും അണിനിരക്കുന്ന ഒരു കാലം വരും കേട്ടോ. ഉടനെ അടുത്തിരുന്ന സഹാബാക്കൾ ചോദിക്കുകയായി, എവിടെ നിന്നാണ് ആ ഷാമിന്റെ ഭാഗത്തേക്ക് ഇസ്ലാമിനെ തകർക്കാൻ വരുന്നത്? തഅനി, നിങ്ങൾ ഉദ്ദേശിച്ചത് റോം, റോമക്കാരെ കുറിച്ചാണോ? അതായത് ഇന്നത്തെ കാലത്തില് ബ്രിട്ടീഷുകാര്, അമേരിക്കക്കാരെ കുറിച്ചാണോ? ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു, അതെ, നഅം. ഇസ്ലാമിനെ കൊല്ലാൻ ബ്രിട്ടീഷും അമേരിക്കയും കൂട്ടു നിൽക്കുന്നു. ഇന്നല്ല ഇത് പറഞ്ഞത്, ഇന്നല്ല ഇത് പറഞ്ഞത്, ഇത് പറഞ്ഞിട്ട് വർഷങ്ങളായി. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, വതകൂനുൽ ഖിതാലു റദ്മതൻ ശദീദാ. കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധമായിരിക്കും അന്ന് നടക്കുക കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ ഫൈറ്റ് ആയിരിക്കും അന്ന് നടക്കുക. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു കാലഘട്ടമാണോ ഇന്ന് എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. അടയാളങ്ങളൊക്കെ പരിശോധിച്ചു നോക്കുമ്പോ ഒരുപക്ഷെ അതിന്റെയൊക്കെ സൂചനകളായിരിക്കും നമ്മൾ കാണുന്നത്. അന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ ഉത്തരവാദിത്വം ഇമ്രാനു ബൈത്തുൽ മഖ്ദിസി മിൻ ഐദിൽ യഹൂദ്, ജൂതന്മാരാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ പരിപാലക സമിതിയും അതിന്റെ ഭരണകർത്താക്കളും അത് നിയന്ത്രിക്കുന്നതും ആരെ നമസ്കരിപ്പിക്കണം, നമസ്കരിപ്പിക്കണ്ട എന്ന് തീരുമാനിക്കുന്നതും ആ കാലഘട്ടത്തിൽ ജൂതന്മാരായിരിക്കും. സഹാബ ജൂതന്മാരായിരിക്കും. മിൻ ഐദിൽ യഹൂദ്, ജൂതന്മാരുടെ ഭാഗത്തു നിന്നായിരിക്കും അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടാവുക. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയണമെങ്കിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട സ്വഹാബാക്കളുടെ മുന്നിൽ അത് പറഞ്ഞത് കൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം. അങ്ങനെ ജൂതന്മാരുടെ കൈകളിൽ നിന്നാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ മക്കൾ അധികാരം പിടിച്ചെടുക്കുന്നത്. അങ്ങനെ വരുമ്പോ ഭയങ്കരമായ വിപ്ലവം പൊട്ടിപ്പിളരുമത്രേ, പൊട്ടിപ്പുറപ്പെടുമത്രേ. അങ്ങനെ യസിരിബ് ഖറാബു യസിരിബ, മദീനയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കും. ഇവിടെ തുടങ്ങി ഇത് വിജയിച്ച് ഇത് ജൂതന്മാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുമ്പം അടുത്ത പ്രശ്നത്തിന്റെ തുടക്കം മദീനയിലാവും. അടുത്ത പ്രശ്നത്തിന്റെ തുടക്കം മദീനയിലാകും. ഭയങ്കരമായ വിപ്ലവ പോരാട്ടങ്ങളായിരിക്കും പിന്നീട് നടക്കുക.
മൽഹമ എന്ന് പറഞ്ഞാൽ ഇറച്ചി കച്ചവടക്കാരത്തെ കുറിച്ച് പറയുന്ന കാര്യമാണ്. മൽഹമ, ഇറച്ചി കഷണിച്ച് കൊടുക്കപ്പെടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അതേപോലെ തുണ്ടം തുണ്ടമായി വെട്ടി മുറിച്ച് കഷണങ്ങളാക്കപ്പെടുന്ന യുദ്ധം, ഭയങ്കരമായ യുദ്ധം, കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധം. ഈ സമയത്താണ് ദജ്ജാല് പുറപ്പെട്ടു വരുന്നത്. ദജ്ജാലിന്റെ വരവ് ആ സമയത്താണ് സംഭവിക്കുന്നത്. ഈ ദജ്ജാലിനെ കണ്ടിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, ബൈത്തുൽ മുഖദ്ദസിൽ അവന് കയറാൻ പറ്റൂല, മദീനയിൽ അവന് പ്രവേശിക്കാൻ പറ്റൂല, മക്കയിൽ അവന് പ്രവേശിക്കാൻ പറ്റൂല. ഇത് മനസ്സിലാക്കിയിട്ട് അന്ന് കാലം വരെ മുസ്ലിമിന്റെ പേരും അണിഞ്ഞുകൊണ്ട് ജീവിച്ചിരുന്ന അഹങ്കാരികളായ ഭരണകർത്താക്കളടക്കമുള്ള മുനാഫിഖീങ്ങള് ഈ ദജ്ജാലിനെ ഭയപ്പെട്ടിട്ട് പരിശുദ്ധമായ മദീനയിലേക്ക് അവർ താവളം മാറ്റി ഒളിച്ചോടി മദീനയുടെ മണ്ണിൽ പോയി അവർ താമസിക്കുമത്രേ. എന്ന് അള്ളാന്റെ ദീനിനെ കളിയാക്കുന്ന മുസ്ലിം നാമധാരികൾ ഇന്ന് പരിശുദ്ധമായ ഇസ്ലാമിനെയും ഇസ്ലാമിക ആശയ ആദർശങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുമ്പോ, ഈ കുഞ്ഞുമക്കളെ അടക്കം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോ, കേവലം നോക്കുകുത്തികളായി ആ അൽഫഹമോ അടിച്ച് ആടുമന്തിയും തിന്നിട്ട് അവിടെ നൈറ്റ് ക്ലബിലും പങ്കെടുത്ത് വെള്ളം ഓടിച്ച് പെണ്ണുങ്ങളുമായിട്ട് ഡാൻസ് കളിച്ച് അവര് തുള്ളിച്ചാടി സന്തോഷിക്കുന്ന ഈ മുനാഫിക്കീങ്ങളായ ആൺ പെണ്ണുങ്ങൾ അടക്കം ദജ്ജാലിന്റെ വരവോടുകൂടി മദീനയിലേക്ക് ഓടി ഒളിക്കുമത്രേ. കാരണം ദജ്ജാലിനെ പേടിച്ചിട്ട്. ദജ്ജാല് മദീനയിൽ കയറൂല. ദജ്ജാല് മദീനയിൽ കയറാതെ വരുമ്പോ മദീനയിലേക്ക് ഒരു ഓടി ഒളിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവനേക്കാൾ ബുദ്ധിയുള്ളവനല്ലേ, അഹ്കമുൽ ഹാക്കിമായ പടച്ച തമ്പുരാൻ. ഫഇന്നഹാ തർജുഫു ബിഅഹ്ലിഹാ സലാസ റജഫാത്ത്. ഈ മുനാഫിക്കീങ്ങളായ നാമധാരികളായ മുസ്ലിമീങ്ങൾ മദീനയിൽ ഏതെല്ലാം മാളങ്ങളിലും ഒളിച്ചിരിക്കുന്നുണ്ടോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ വിഭാഗത്തെ കൊണ്ട് മദീനയെ ഒന്ന് കുലുക്കുമത്രേ. കുലുക്കും. നീ അങ്ങനെ കയറി സൂയിക്കണ്ട. ഇത്ര നാളെ അള്ളാഹ് ഇല്ല, ഇബാദത്തില്ല, റസൂലില്ല, ദീനില്ല, ഈമാനില്ല. ഇപ്പൊ ദജ്ജാല് വന്നപ്പോ അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് നീ മദീനയിൽ വന്ന് ഒളിച്ചിരിക്കാൻ നീ ശ്രമിക്കുന്നോ? ഇല്ല. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫഇന്നഹാ ബിഅഹ്ലിഹാ തർജുഫു സലാസ റജഫാത്ത്. 3 കുലുക്ക് അല്ലാഹു കുലുക്കും. 3 കുലുക്കം.